+1 +2 പഠനത്തോടൊപ്പം തന്നെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ എൻട്രൻസ് പരിശീലനം നടത്തുക. അതോടൊപ്പം എഴുതിയ പരീക്ഷകളിലെല്ലാം നല്ല രീതിയിലുള്ള ഉന്നതമായ ഒരു റാങ്കിലേക്ക് എത്തുക. അങ്ങനെ വലിയ ഒരു റാങ്ക് എല്ലാ പരീക്ഷകളിലും കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥിയാണ് നമ്മുടെ വിവേക് മേനോൻ. ഇപ്പോൾ ബാംഗ്ലൂർ IIScയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. സയൻസിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ വിവേക്. അപ്പോൾ വിവേക് ഒരുപാട് പരീക്ഷകൾ 2023 എഴുതിയിട്ടുണ്ട്. എല്ലാ പരീക്ഷകളിലും മികച്ച ഒരു റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഐസർ 1ാം റാങ്കാണ് ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അത് 240 മാർക്കും കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വിവേകിനോട് ചോദിക്കാം. വിവേകിൻ്റെ ഫാദറും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവേക് വെൽക്കം സാർ, വെൽക്കം. അപ്പോൾ വിവേക് പറയൂ, ഇപ്പോൾ IISc ബാംഗ്ലൂരിലാണ് അല്ലേ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അപ്പം ഇയർ കഴിഞ്ഞതിൻ്റെ ഗ്യാപ്പാണോ? യെസ്, ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണ് 3 മാസം, മെയ് ജൂൺ ജൂലൈ 3 മാസം. സമ്മർ വെക്കേഷൻ 3 മാസം ഉണ്ട്. ഡിസംബറിൽ വിന്ററിൽ വീണ്ടും 3 ആഴ്ചകളുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു IIScയിലുള്ള ഒരു വർഷത്തെ ജേണി? ക്യാമ്പസ് വളരെ വലുതാണ്, കുറേ പച്ചപ്പുണ്ട്, നല്ലൊരു എൻവയൺമെന്റ് ആണ് പഠിക്കാനും റിസർച്ച് ചെയ്യാനും വേണ്ടി. ലാബിൽ നമുക്ക് എത്ര നേരം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആണ്, കോപ്പറേറ്റീവ് ആണ്. ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ ലൈഫ് നല്ലതാണ്. അപ്പം ഇതുപോലെ മലയാളികൾ ഒത്തിരി ആളുകളുണ്ടോ? നമ്മുടെ ബാച്ചിൽ അറൗണ്ട് 8-10 പേരുണ്ട്. ബ്രില്യൻ്റ് അല്ല, മലയാളികൾ മോസ്റ്റ്ലി ബ്രില്യൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ബ്രില്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കുമല്ലോ, ഒരു ഗ്യാങ് ഉണ്ടായിരിക്കുമല്ലോ. ബ്രില്യൻ്റ് ഗ്യാങ് ഉണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ സായൂജ്, ആദിത്യ ഉല്ലാസ്, മിലൻ, സഞ്ജയ്, ഫ്രെഡി, അവരൊക്കെ. സഞ്ജയ് പി മല്ലാറൊക്കെ ഉണ്ടല്ലേ, കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസിൻ്റെ ടോപ്പറായിരുന്നു. അപ്പോൾ ക്യാമ്പസ് ശരിക്കും ഇതുപോലെ തന്നെ പഠനത്തോടൊപ്പം തന്നെയുള്ള മറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സജീവമായിട്ടുണ്ടോ? യെസ്, കുറേ ക്ലബ്ബുകളുണ്ട്. ലൈക്ക് മെയിൻലി ASCEN എന്ന് പറഞ്ഞ ലൈക്ക് സബ്ജക്ട് ക്ലബ്സ്. ഞാൻ ആസ്ട്രോണമി ക്ലബിലൊരു മെമ്പറാണ്. അതല്ലാതെ ആർട്ട് ക്ലബ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ക്ലബ് ഉണ്ട്. നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, സ്പോർട്സ് ആയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ മറ്റ് കഴിവുകൾ, ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരു നല്ല സമയമാണ് എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. അതെ. എൻട്രൻസിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു പഠനം അല്ലെ, അതിനുശേഷം നമ്മൾ ഒരു ക്യാമ്പസ് ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു IIScയിലേക്കുള്ള മോൻ്റെ ആ ഒരു താല്പര്യം? അതിലേക്ക് പോകണം. പ്രത്യേകിച്ച് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ JEE അഡ്വാൻസിന് നല്ലൊരു റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു IITയിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ നീറ്റിന് നല്ലൊരു സ്കോർ ഉണ്ടായിരുന്നു. നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമായിരുന്നു. ഐസർ ഫസ്റ്റ് ആയിരുന്നു. അപ്പം ഇതൊന്നും തിരഞ്ഞെടുക്കാതെ IISc ബാംഗ്ലൂർ തന്നെ തിരഞ്ഞെടുക്കണമെന്നുള്ള മോൻ്റെ ഒരു താല്പര്യം അതെങ്ങനെയാണ്? ചെറുപ്പം മുതലേ സയൻസിനോട് അങ്ങനെ ഒരു താല്പര്യം, റിസർച്ചിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതലേ സയൻസിൽ താല്പര്യം ഉണ്ടായിരുന്നു. അറൗണ്ട് 9th 10th ഗ്രേഡ് മുതൽ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഉള്ളൊരു ത്വര ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ പറഞ്ഞപ്പോൾ പേരൻസിൻ്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അച്ഛൻ എനിക്ക് IITയിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. തീർച്ചയായിട്ടും അച്ഛൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പം അച്ഛൻ അങ്ങനെയുള്ളൊരു താല്പര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരുന്നു അല്ലേ? അപ്പോൾ ആദ്യം അവർ സജസ്റ്റ് ചെയ്തത് IIT തന്നെയായിരുന്നു. അപ്പോൾ വിവേകിൻ്റെ ഒരു നിർബന്ധമായിരുന്നോ IISc തന്നെ പോകണം എന്നുള്ളത്? സംഭവം. അപ്പോൾ അങ്ങനെ പോയത് കൊണ്ട് ഇപ്പോൾ പോയത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ടല്ലേ. ആ ഒരു എക്സ്പെക്റ്റേഷൻ ശരിക്കും നീതീകരിക്കാനാവുന്ന രീതിയിലായിരുന്നോ അവിടുത്തെ ഒരു വർഷത്തെ ഒരു വർഷം കഴിഞ്ഞിപ്പം അവിടുന്ന് അടുത്ത ഇയറിലേക്ക് കടക്കുകയാണല്ലോ. അപ്പോൾ ഒരു വർഷത്തെ ഒരുപാട് അനുഭവങ്ങൾ വിവേകിനെ സംബന്ധിച്ചുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചായിരുന്നോ? ബിയോണ്ട് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷനേക്കാളും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഞാൻ ആസ്ട്രോണമി ക്ലബിൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് ഡ്രീം പോലും ചെയ്യാൻ പറ്റാത്ത എക്വിപ്മെൻ്റ് ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കാനുള്ള അവസരം കിട്ടി അവിടെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു. അതുപോലെ എങ്ങനെയാണ് അവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല അപ്രോച്ചബിൾ ആണ്, ഫ്രണ്ട്ലി ആണ്. അവർ സാർ എന്ന് വിളിക്കുന്നൊന്നും ഇഷ്ടമല്ല. ലൈക്ക് ഫസ്റ്റ് പേര് വെച്ച് വിളിക്കാൻ പറയും അല്ലേ? അപ്പോൾ സാർ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ഗ്യാപ്പ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവരല്ലേ എല്ലാ കാര്യങ്ങളിലും? ആൻഡ് എല്ലാവരും വളരെ യങ് ആണ്. ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല ടീച്ചറാണോ സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളത് മനസ്സിലാകത്തില്ല. അത്രയും ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരുണ്ടോ? ഒരുപാടുണ്ടോ? ഉണ്ടല്ലേ. അതോടൊപ്പം തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സും അവരുണ്ടാവും. എങ്ങനെയാണ് ക്ലാസ്സിൻ്റെ ഒരു ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ക്ലാസ് ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു 10 മണിക്ക് തുടങ്ങും, പിന്നെ ഉച്ച വരെ. ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ലാബ് ഉണ്ടാവും. അതായത് തിയറി സെഷൻസ് രാവിലെയാണ്, ബാക്കി ഉച്ച കഴിഞ്ഞാൽ ലാബൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹോസ്റ്റൽ ലൈഫ്
എങ്ങനെയുണ്ടായിരുന്നു ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ കുറേ ഹോസ്റ്റലുണ്ട്, ഒരുപാട് ഹോസ്റ്റലുണ്ട്. നമ്മൾ ആദ്യം പോകുമ്പോൾ ബ്ലോക്കിലാണ് ചെയ്യുന്നത്, അത് ഡബിൾ റൂംസ് ആണ്. ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ സിംഗിൾ റൂംസ് ഉണ്ട്. ഒത്തിരി സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ? യെസ് ഉണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ ഫുഡ് അതുപോലെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചിന്ത കാണൂല എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ആക്ച്വലി വളരെ നല്ലതാണ്. 5 മെസ് ഉണ്ട്, ABCDE. ലൈക്ക് A എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ വെജ്, പിന്നെ സൗത്ത് ഇന്ത്യൻ നോൺ വെജ് C മെസ് ഉണ്ട്. മിക്ക കേരള നിന്ന് മലയാളികൾ C മെസ്സിലേക്കാണ് പോവുക. പിന്നെ അതുമാതിരി E മെസ് വെജിറ്റേറിയൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ഭയങ്കര തിരക്കുള്ള ഒരു നഗരമാണല്ലോ ശരിക്കും. അപ്പോൾ അവിടെ തന്നെ ഉള്ളൊരു ക്യാമ്പസ്, അപ്പോൾ റിസർച്ചിനുള്ള കാര്യങ്ങൾക്കൊക്കെ സയൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പസിലാവുമ്പോൾ എങ്ങനെയാണ് അത് ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറുണ്ടോ? പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ളൊരു നഗരത്തിലുള്ളൊരു ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ. ആക്ച്വലി ക്യാമ്പസിൽ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എൻവയോൺമെന്റ് ആണ്. അപ്പോൾ തിരക്കൊന്നും ബാധിക്കുന്നില്ല അല്ലേ? ഇല്ല. അപ്പോൾ ഇത്രയും വലിയൊരു നഗരം പുറത്തുണ്ട് എന്ന് ഒട്ടും തോന്നുന്നില്ല. യെസ്. അപ്പോൾ അതൊക്കെ ഒരു വിവേകിനെ സംബന്ധിച്ചൊരു അത്ഭുതമല്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. സാർ നമസ്കാരം. സാറിൻ്റെ പേര്? സുനിൽ. എന്താണ് ചെയ്യുന്നത്? ഞാൻ അബുദാബിയിൽ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അതോറിറ്റിയിൽ മാനേജറാണ്. എഞ്ചിനീയറാണ് അല്ലേ സാർ? എഞ്ചിനീയറാണ് ബേസിക്കലി, പ്രൊഫഷണൽ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവേക് ഇങ്ങനെ IISc ബാംഗ്ലൂരിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിൽ സാറിന് ഇപ്പം വിവേക് ഇവിടെ ആദ്യം സൂചിപ്പിച്ചു IIT തന്നെ സെലക്ട് ചെയ്യണം. ഫ്രാങ്ക്ലി പറഞ്ഞാൽ ശരിയാണ്, എനിക്ക് ഒരു വളരെ ആഗ്രഹമായിരുന്നു IITയിലേക്ക് പോകണമെന്ന്. ബിക്കോസ് ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ ആ ഒരു ഔട്ട്ലുക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഹീ ചേഞ്ച്ഡ് അവർ ഔട്ട്ലുക്ക്. ശരിക്കും IIScനെ പറ്റിയിട്ട് അവൻ വളരെ പാഷനേറ്റും ആഡമൻ്റായ കാരണം എഗ്രി ചെയ്തു. അതിനുള്ള നല്ല അവന് ഇതും ഉണ്ടായിരുന്നു, ജസ്റ്റിഫിക്കേഷനും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ പോയി കഴിഞ്ഞാൽ അവിടെ ദ വേ ഹീസ് എൻജോയിങ് ദർ അത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഡിസിഷന് പോയതിന്. അപ്പോൾ ആദ്യം ഇങ്ങനൊരു ആഗ്രഹം വിവേക് പറഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫാമിലിയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ സ്വാഭാവികമായിട്ടും IIT ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കലിന് നല്ലൊരു സ്കോർ ഉണ്ടായിരുന്നു, മെഡിക്കൽ കോളേജ് അങ്ങനെ ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അത് വേണ്ട, ഇത് തന്നെ തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു പൂർണ്ണമായി അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയാനൊക്കെ ശ്രമിച്ചിട്ടില്ലേ? ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി പറഞ്ഞ പോലെ തന്നെ കുറച്ച് റോങ് നോഷൻസും ഉണ്ട് IIScനെ പറ്റിയിട്ട്. ഇറ്റ്സ് പ്യൂർലി അക്കാഡമിക് അങ്ങനെയല്ല. അവിടെ ഇപ്പോൾ ഈവൻ എഞ്ചിനീയറിംഗ് കോഴ്സസും തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഇയർ തൊട്ട്. അപ്പോൾ ഇവിടെ തന്നെ ബ്രില്യൻസ് പാലേന്ന് ഫ്രെഡി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, അവൻ അവിടെ BTech ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ മെയിൻലി റിസർച്ചാണ്. അപ്പോൾ റിസർച്ച് കഴിഞ്ഞാൽ എല്ലാം പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസിൽ അക്കാഡമിക്സിന് പോവാം, ഫർദർ റിസർച്ചിന് പോവാം പുറത്ത്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. മീൻസ് അങ്ങനെ IISc പറ്റി അധികം പേര് അറിയില്ല, അതാണ് ഒരു ഇഷ്യൂ. വേറെസ് ദിസ് ഇസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, കമ്പയറബിൾ വിത്ത് അതർസ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ വിവേകിൻ്റെ ഫാദർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് IISc കുറിച്ച് ചിലപ്പം അറിയാൻ സാധ്യതയില്ലാത്തവരുണ്ടാവും. അപ്പോൾ ശരിക്കും വിവേക് അത് ചൂസ് ചെയ്ത ആളെന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്, IISc ബാംഗ്ലൂർ സെലക്ട് ചെയ്യേണ്ടത് ശരിക്കും ഏത് വിദ്യാർത്ഥിയാണ്? ലൈക്ക് സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കൂടുതൽ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ IISc ആണ് ചൂസ് ചെയ്യുന്നത് നല്ലത്. ബെറ്റർ അല്ലേ? ഇന്ത്യയിൽ അതാണ് ബെസ്റ്റ് എന്ന് പറയാവുന്നത് അല്ലേ? ബെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്നാണ് വിവേക് അത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബ്രില്യൻറ്റിൽ വീണ്ടും വന്നതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. അപ്പോൾ ഇനി കരിയറിലും ഇതുപോലെ തന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ. പിന്നെ വരും വർഷങ്ങളിൽ ഇതുപോലെ തന്നെ നല്ല സ്കോറും ഒക്കെ കാര്യങ്ങളും ഒക്കെ കിട്ടാനായിട്ട് വിവേകിനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ബ്രില്യൻറ്റിൽ വന്നതിന് രണ്ടുപേർക്കും, പേരൻറ്റിനും അതുപോലെ തന്നെ വിവേകിനും നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.